പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ ധന്യവും ശ്രേഷ്ഠവുമായ തിരുനാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സകല ഐശ്വര്യങ്ങളാൽ നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി സ്വർഗം അനുഗ്രഹിക്കട്ടെ. ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ കേൾക്കുന്ന, എൻ്റെ വചനത്തെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലും ആശ്വാസവുമായി തീരട്ടെ എന്ന് ഞാൻ ഇന്ന് രാത്രികാലം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വചന കേൾവിയാൽ തന്നെ സർവശക്തനായ ദൈവം നിങ്ങളോട് ഏവരോടും ഇടപെടുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം നമുക്കൊരുമിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രികാലത്തെ ചിന്ത എന്ന് പറയുന്നത്, ദൈവം നിന്റെ ഭവനത്തിന് നിവർത്തി വരുത്തും. ഇന്ന് വരെ ഭവനത്തിൻ്റെ ഉള്ളറയിൽ ഒരു പൂർത്തീകരണത്തിൻ്റെ അനുഭവം കാണാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, പല വിഷയങ്ങളിലും പൂർത്തീകരണം കാണാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയ സ്ഥാനമാണെങ്കിൽ, സർവശക്തനായ ദൈവം ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഇന്ന് ഈ വചനം കേൾക്കുന്ന, ഈ നിമിഷം മുതൽ വിശ്വസിക്കാൻ തയ്യാറാകുന്ന നിന്റെ വീടിന് ദൈവാത്മാവ് നിവർത്തി വരുത്തുവാൻ ഇടയായിത്തീരും. നാളിതുവരെ നിന്റെ ഭവനത്തിൻ്റെ അകത്തളം പരാജയപ്പെട്ട സ്ഥാനമായിരുന്നോ? നാളിതുവരെ നിന്റെ ഭവനത്തിൻ്റെ അകത്തളത്തിൽ ശൂന്യതയായിരുന്നു? നാളിതുവരെ പ്രതികൂല സാഹചര്യങ്ങളിലായിരുന്നു മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരുന്നത്? ഒരു അടുക്കും ചിട്ടയുമില്ലാത്ത നിലവാരത്തിലാണോ നിന്റെ ഭവനം പോയിക്കൊണ്ടിരുന്നത്? എന്നാൽ സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, ആ ദൈവത്തിൽ ഒന്ന് ആശ്രയിക്കാൻ, ആ ദൈവത്തെ ഒന്ന് കാണാൻ നീ തയ്യാറാകുന്നു എങ്കിൽ, ആ ദൈവത്തെ ഒന്ന് സ്വീകരിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, ദൈവം നിന്റെ ഭവനത്തിന് നിവർത്തി വരുത്തുവാനിടയായിത്തീരും. ഭവനത്തിൻ്റെ ഉള്ളറയിൽ കലങ്ങിമറിയുന്ന, ഭവനത്തിൻ്റെ ഉള്ളറയിൽ വ്യാകുല ചിന്തകളാൽ ഭാരപ്പെടുത്തുന്ന, ഭവനത്തെ ആകമാനം കലക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന, നിന്റെ കുടുംബ ജീവിതത്തെ കലക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന, കുടുംബ ജീവിതത്തിൻ്റെ അകത്തളത്തിൽ സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, ആ കുടുംബത്തിൻ്റെ അകത്തളത്തിൽ പ്രതികൂലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ഭവനത്തിൻ്റെ ഉള്ളറയിൽ കലഹങ്ങൾ മാത്രം ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന, ഭവനത്തിൻ്റെ ഉള്ളിൽ സമാധാനം നഷ്ടപ്പെട്ട്, കുടുംബജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് ഭാരം അനുഭവിക്കുന്ന നിന്നോട് ഇന്ന് രാത്രിക്കാൽ ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, നിന്റെ ഭവനത്തിന് ദൈവാത്മാവ് നിവർത്തി വരുത്താൻ പോകുകയാണ്. അതിനാധാരമായിട്ട് തിരുവചനത്തിൽ ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ തിരുവചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ആമീൻ. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. ഇവനും അബ്രഹാമിന്റെ മകൻ ആകയാൽ ഈ വീട്ടിന് ഇന്ന് രക്ഷ വന്നിരിക്കുകയാണ്. നാളിതുവരെ രക്ഷ വരാതിരുന്ന സ്ഥാനത്ത്, വിടുതൽ ഉണ്ടാകാതിരുന്ന സ്ഥാനത്ത്, പരാജയപ്പെട്ടു പോയിരുന്ന സ്ഥാനത്ത്, ഉയരുവാൻ കഴിയാതെ നിന്ന സ്ഥാനത്ത് ദൈവാത്മാവ് പറയുന്നു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. ഇതാരോടുള്ള ബന്ധത്തിലാണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആമേൻ, ഒരു ചുങ്കക്കാരനെ കുറിച്ചാണ് പറയുന്നത്. ചുങ്കക്കാരനായ, ആമീൻ, സക്കായി ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അതിന്റെ 1-ാം വാക്യം മുതൽ 19-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവൻ യെരിഹോവിൽ എത്തി. അവൻ കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ
ചുങ്കക്കാരനും ചുങ്കക്കാരിൽ പ്രമാണിയും എന്ന് വെച്ചാൽ ചുങ്കക്കാരിൽ പ്രമാണി എന്ന് പറയുമ്പോൾ കരം പിരിക്കുന്നവരുടെ നേതാവ് എന്നാണ് അതിന്റെ അർത്ഥം. ചുങ്കക്കാരിൽ പ്രമാണി എന്ന് പറയുമ്പോൾ ചുങ്കം പിരിക്കുന്നവരിൽ, കരം പിരിക്കുന്നവരിൽ നേതാവായി ആ ജോലി അനുഷ്ഠിക്കുന്നവൻ. അവന്റെ ജീവിതത്തിൽ ധനവാനായിരിക്കുന്ന ഒരു സക്കായി എന്ന് വെച്ചാൽ പണത്തിന് യാതൊരു പഞ്ഞുമില്ല. പക്ഷേ ഒന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഭവനത്തിന്റെ അകത്തളത്തിൽ സ്വസ്ഥതയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം ഞാൻ ദൂത് വിളിച്ച് പറയാം, നിന്റെ ഭവനത്തിന്റെ ഉള്ളറയിൽ പണം കാണും, സമ്പാദ്യം ഒരുപാട് കാണും, ബാങ്ക് ബാലൻസുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ സമാധാനമില്ല എങ്കിൽ ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ ദൂത് വിളിച്ച് പറയുന്നു, സമാധാനവുമായി കടന്നു വരുവാൻ ഒരുവനുണ്ട്, അത് സർവശക്തനായ ദൈവമാണ്. ഇവിടെ സക്കായി ചുങ്കം പിരിക്കുന്നവരുടെ നേതാവായി തൊഴിൽ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നവൻ, സമ്പാദ്യത്തിന് ഒട്ടും കുറവില്ലാത്തവൻ, ഏറ്റവും ധനവാനായ മനുഷ്യനാണ്. പക്ഷെ അവൻ യേശു എങ്ങനെയുള്ളവനാണെന്ന് കാണാൻ കാട്ടത്തിയുടെ മുകളിൽ കയറി. തന്റെ ചിന്ത തന്നെ ആരും കാണരുതെന്നുള്ള ചിന്തയോടുകൂടി യേശുവിനെ കാണാൻ കാട്ടത്തിയുടെ മുകളിൽ കയറിയപ്പോൾ ഒരു തീരുമാനമെടുത്ത് യേശുവിനെ കാണാൻ തീരുമാനമെടുക്കാൻ തയ്യാറായപ്പോൾ യേശു അവനെ കാണുവാനിടയായി തീർന്നു. ഇന്ന് രാത്രികാലം ദൂത് വിളിച്ചു പറയാൻ പ്രിയമുള്ളവര്, യേശുവിനെ കാണണമെന്നൊരു തീരുമാനം ഇന്ന് രാത്രികാലം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ യേശു നിന്നെ കാണുവാനിടയായി തീരും. ചുങ്കക്കാരനായിരിക്കുന്ന സക്കായി യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ വേണ്ടിയ കാട്ടത്തിയുടെ മുകളിൽ കയറിയതാ. പക്ഷെ യേശു അവനെ കണ്ടു. ഇന്ന് രാത്രിക്കാല ദൂത് വിളിച്ച് പറയാം, യേശുവിന് വേണ്ടി ഒന്ന് ഹൃദയത്തെ കൊടുക്കാൻ നീ തയ്യാറാണോ? യേശുവിന് വേണ്ടി നീ ഒന്ന് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? നിന്റെ ഭവനത്തിന്റെ ഉള്ളറയിലെ പ്രതികൂലത്തെ മാറ്റി നിവർത്തി വരുത്തുവാനിടയായിത്തീരും. പണം കൊണ്ട് സമാധാനം ലഭിക്കത്തില്ല, ബാങ്ക് ബാലൻസ് കൊണ്ട് ഭവനത്തിന്റെ ഉള്ളറയിൽ സമാധാനം ഉണ്ടാകത്തില്ല. സുങ്കക്കാരന്റെ കാര്യത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാലും ഏറ്റവും ധനവാനായിരിക്കുന്ന മനുഷ്യൻ എന്നാ പറയുന്നത്. ഒരുപാട് പണമുണ്ട്, പക്ഷേ എന്തില്ല? സമാധാനമില്ല, സ്വസ്ഥതയില്ല, പ്രതികൂല സാഹചര്യങ്ങളാ. ഇന്ന് രാത്രിക്കാല ദൂത് വിളിച്ച് പറയാം, നിന്റെ ബാങ്ക് ബാലൻസ് കൊണ്ട് നിനക്ക് സമാധാനം ലഭിക്കത്തില്ല. നിന്റെ പണത്തിന്റെ പെരുപ്പം കൊണ്ട് നിനക്ക് സമാധാനം ഉണ്ടാകത്തില്ല. സമാധാനം ഉണ്ടാകണമെങ്കിൽ യേശുവിനെ ഒന്ന് കാണാൻ തയ്യാറാകുന്നു എങ്കിൽ, ആ യേശുവിനെ ഒന്ന് ഹൃദയം നീ കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ യേശു നിന്റെ ഭവനത്തിൽ കടന്നു വരുവാനിടയായി തീരും. നിന്റെ സാഹചര്യത്തെ ദൈവം മാറ്റുവാനിടയായി തീരും. കാട്ടത്തിയുടെ മുകളിൽ കയറി യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ച സക്കായെ യേശു കണ്ടിട്ട് പറയാ, സക്കായേ നീ ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. കണ്ടോ, യേശുവിനെ കാണാൻ തയ്യാറായപ്പോൾ, യേശുവിന് വേണ്ടി ഹൃദയം ഒന്ന് കൊടുക്കാൻ തയ്യാറായപ്പോൾ തന്നെ യേശു പറയാ, സക്കായേ നീ ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഇന്ന് രാത്രികാല ദൂത് വിളിച്ച് പറയാം, നിന്റെ ഹൃദയം, എന്റെ ഈ വചനത്തെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ ഹൃദയത്തെ യേശുവിന് വേണ്ടി ഒന്ന് കൊടുക്കാൻ തയ്യാറാണോ? യേശുവിനെ ഒന്ന് കാണാൻ നീ വെമ്പൽ കൊള്ളാൻ തയ്യാറാണോ? ദൂത് വിളിച്ച് പറയാം, ഈ രാത്രികാലം ദൈവം നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണമിടയായി തീരും. സക്കായിയോട് പറഞ്ഞു, നീ ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ പാർക്കേണ്ടതാകുന്നു. ഭവനത്തിൽ കടന്നു ചെന്ന യേശുവിന്റെ മുമ്പിൽ സക്കായി തന്റെ കുറവുകളെ നികത്തി, കർത്താവേ, ഞാൻ എന്തെങ്കിലും അധികമായി പിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 4 മടങ്ങ് മടക്കി കൊടുത്തോളാം എന്നൊരു തീരുമാനമെടുത്തപ്പോൾ, തന്റെ കുറവുകളെ നികത്താൻ തയ്യാറായപ്പോൾ, ഇന്ന് രാത്രിക്കാല ദൂത് വിളിച്ച് പറയാൻ പ്രിയമുള്ളവര്, നിന്റെ ജീവിതത്തിലെ കുറവുകളെ ഒന്ന് നികത്താൻ തയ്യാറാണെങ്കിൽ, സക്കായി പറഞ്ഞു, ഞാൻ അധികമായി പിരിച്ചത് 4 മടങ്ങ് ഞാൻ മടക്കി കൊടുത്തോളാമെന്ന് ഒരു തീരുമാനമെടുത്തപ്പോൾ ആ ഭവനത്തിന് നിവർത്തി വരുവാനിടയായി തീർന്നു.
ഇന്ന് രാത്രിക്കാല ദൂത് വിളിച്ചു പറയാൻ പ്രിയമുള്ളവരെ, സർവശക്തനായ ദൈവത്തെ നിന്റെ ഭവനത്തിൽ നീ കൈക്കൊള്ളാൻ തയ്യാറാകുന്നു എങ്കിൽ, നിന്റെ കുറവുകളെ സർവശക്തനായ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഏറ്റുപറയാൻ തയ്യാറാകുന്നു എങ്കിൽ, നിന്റെ കുറവുകൾ എന്തുമായിക്കോട്ടെ ക്ഷമിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഒന്ന് ഇറക്കി വയ്ക്കാൻ തയ്യാറാണെങ്കിൽ, നിന്റെ ഭവനത്തിൽ നീ ഇന്ന് വരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശൂന്യതകളെ, പരാജയങ്ങളെ, സമാധാനമില്ലാത്ത ഈ അനുഭവങ്ങളെ സർവശക്തനായ ദൈവം മാറ്റി ഒരു നിവൃത്തിയുടെ അനുഭവത്തെ, ഒരു പ്രത്യാശയുടെ അനുഭവത്തെ, ഒരു സമാധാനത്തിന്റെ അനുഭവത്തെ നിന്റെ ഭവനത്തിന്റെ ഉള്ളറയിൽ സർവശക്തനായ ദൈവം നിറയ്ക്കുവാനിടയായി തീരും. അതെനിക്ക് തരാൻ കഴിയത്തില്ല. കാട്ടത്തുടെ മുകളിൽ കയറാൻ തയ്യാറായ സക്കായിക്ക് വേണ്ടി, അല്ലെങ്കിൽ യേശുവിനെ കാണാൻ തയ്യാറാകുന്ന, യേശുവിനെ കാണാൻ ഒരു തീരുമാനം എടുക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലാണ് ദൈവാത്മാവ് പ്രവർത്തിക്കുവാനിടയായി തീരുന്നത്. ഒരു തീരുമാനം എടുക്കാൻ തയ്യാറാണോ? ആ യേശുവിന്റെ അടുക്കലേക്ക് നിന്റെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ നീ തയ്യാറാകുന്നു എങ്കിൽ, നാളിതുവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭവനത്തിന്റെ ഉള്ളറയിലെ സമാധാനക്കേട്, സ്വസ്ഥതക്കേട് എല്ലാം ദൈവം മാറ്റി അതിനകത്തൊരു നിവൃത്തിയുടെ അനുഭവം, ഒരു സന്തോഷത്തിന്റെ അനുഭവത്തെ സർവശക്തനായി ദൈവം നൽകി തരുവാനിടയായി തീരും. ഈ ചിന്തകളാൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.